ഹലോ, വെൽക്കം ടു കുക്ക് ആൻഡ് ടെക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ്, ഒരു അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഓക്കെ, ഇതെന്ത് അച്ചാറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചിക്കൻ അച്ചാറാണ്. നമ്മൾ അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല ചിക്കൻ അച്ചാർ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി കൊടുക്കണം. പിന്നെ കുറച്ച് ചിക്കൻ മസാല അതിനകത്തേക്ക് ആഡ് ചെയ്യണേ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. പിന്നെ നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് 1 ടീസ്പൂണോളം വിനീഗറും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ അതിനകത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നേരം നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, അതിന് ശേഷം നമുക്കൊന്ന് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് പാൻ നന്നായി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സമയം നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ചിക്കൻ എല്ലാം ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഓക്കെ, ചിക്കൻ എല്ലാം അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ വയ്ക്കാം. പിന്നെ ഒരു വശമൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ചിക്കൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഇങ്ങനെ കഴിക്കാൻ തന്നെ ചിക്കൻ നല്ല ടേസ്റ്റാണ്. ഇനി അച്ചാറുണ്ടാക്കുമ്പോൾ പറയേണ്ടതില്ലല്ലോ, അതിലും ടേസ്റ്റായിരിക്കും. ഓക്കെ, ചിക്കൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റണം. എന്നിട്ട് നമുക്ക് ഈ എണ്ണ വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചിക്കൻ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് അതിനെ കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഓയിലിൽ തന്നെയാണ് നമ്മളിനി വീണ്ടും കുക്ക് ചെയ്യേണ്ടത്. ഇതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിനകത്തേക്ക് നമുക്ക് വീണ്ടും ഒന്ന് ഉലുവ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്താൽ മതി. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടിയൊക്കെ വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇല്ലേ, അതെല്ലാം ഇതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. നന്നായി മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അച്ചാറിനേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, പിന്നീട് 2 ടീസ്പൂൺ എരിവിനാവശ്യമായിട്ടുള്ള ഇത്രയും മുളക് പൊടി, പിന്നീട് ചിക്കൻ മസാല, പിന്നീട് കുറച്ച് ഉലുവാപ്പൊടി ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ചിക്കനും ഇട്ട് ഈ പൊടിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വിനീഗറാണ് വേണ്ടത്. ഒരു 2-3 ടീസ്പൂൺ വിനീഗർ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. വിനീഗറിലിട്ടിട്ട് നമുക്ക് ഈ ചിക്കനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിന് ഉപ്പും ഇതൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ അച്ചാർ റെഡി. വളരെ ടേസ്റ്റിയാണ് ഈ ചിക്കൻ അച്ചാർ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ് ഈ അച്ചാറ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.